ശബരിമലയിൽ ആചാരപ്പെരുമയോടെ നിറപുത്തരി പൂജകൾ പൂർത്തിയായി. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി പ്രസാദ് ഇ.ഡി. നിറപുത്തരി പൂജകൾക്ക് നേതൃത്വം നൽകി. പൂജിച്ച നെൽക്കതിരുകൾ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ ചാർത്തി നിറപുത്തരി പ്രസാദമായ ഭക്തർക്കും നെൽക്കതിരുകൾ വിതരണം ചെയ്തു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഒരു നിറപുത്തരി കാഴ്ചയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് സുധീഷ് ഗോപാൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചടങ്ങ്? എന്തൊക്കെ പ്രത്യേകതകളുള്ള ചടങ്ങാണ് കഴിഞ്ഞത്? ഒപ്പം അവിടെ നിന്നും പ്രത്യേകമായി ഇത്തരത്തിൽ ഈ നെൽക്കതിരുകളൊക്കെ ഇന്ന് ഭക്തർക്ക് നൽകും. അത് ഒരു ഭയങ്കര നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം, ഈ വർഷത്തെ ഐശ്വര്യം തന്നെ ആ ഒരു ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. നമുക്ക് സുധീഷിന് അത് കിട്ടിയോ? അശ്വതി, തീർത്തും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേക പൂജ തന്നെയാണ് നിറപുത്തരി പൂജകൾ. അത്തരം ഒരു നിറപുത്തരി ചടങ്ങ്, ആ നിറപുത്തരി ചടങ്ങാണ് ഇപ്പോൾ സന്നിധാനത്ത് ശബരീശന്റെ സന്നിധിയിൽ പൂർത്തിയായിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് നട തുറന്നത്. ഏതാണ്ട് 5:30 18-ാം പടിക്ക് സമീപത്തു നിന്നും ഈ നിറപുത്തരി പൂജകൾക്കുള്ള നെൽക്കതിരുകളെല്ലാം തന്നെ ഈ ക്ഷേത്ര ശ്രീകോവിലിന് വലം വെച്ച് ക്ഷേത്ര ശ്രീകോവിലേക്ക് എത്തിച്ചു. അതിന് മേൽശാന്തി പ്രസാദ് ഇ.ഡിയും അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും നേതൃത്വം നൽകി. അങ്ങനെ ക്ഷേത്ര ശ്രീകോവിലെത്തിച്ച നെൽക്കതിരുകൾ പൂജിച്ച് ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട പൂജകൾക്കൊടുവിൽ ആ പൂജിച്ച നെൽക്കതിർ ശ്രീകോവിലിന് മുന്നിൽ ചാർത്തിയ ശേഷം ഭക്തർക്കത് വിതരണം ചെയ്യുന്ന നിറപുത്തരിയുടെ ഏറ്റവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് കഴിഞ്ഞ സമയങ്ങളിൽ നടന്നിട്ടുള്ളത്. നമുക്ക് അറിയാം, ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിലാകെ തുടരുമ്പോൾ പമ്പയിലും സന്നിധാനത്തുമെല്ലാം തന്നെ ആ ഒരു മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ സന്നിധാനത്ത് പമ്പയിലും മഴയായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിന് കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ രാത്രി 8 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും ഇന്ന് പുലർച്ചെ ഈ നിറപുത്തരി ചടങ്ങ് കാണാനായി ലക്ഷ്യം വെച്ച് വന്ന ഭക്തരൊക്കെയും നിലയ്ക്കൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഇപ്പോൾ 7 മണിക്ക് ശേഷം മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുക. അത് KSRTC ബസ്സായാലും മറ്റ് സ്വകാര്യ വാഹനങ്ങളായാലും ഒന്നും തന്നെ ഇന്നലെ രാത്രിയിൽ പ്രത്യേക അപകട സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കടത്തിവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെയും ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തരുടെ അവർ ഈ നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുന്നതിനും അതിൻ്റെ പ്രസാദം വാങ്ങുന്നതിനുമെല്ലാമായി ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു തിരക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിറപുത്തരി പൂജകൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്നുള്ള ഇവിടെ സന്നിധാനത്ത് സ്വന്തമായി കൃഷി ചെയ്ത നെൽക്കതിരിനോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ആചാര അനുഷ്ഠാനങ്ങളോടെ കൊണ്ടുവന്ന നെൽക്കതിരുകളും ഇവിടേക്ക് എത്തിച്ച് അതും ഈ ശ്രീകോവിൽ പൂജ നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആലങ്ങാട് സംഘം ഈ നെൽക്കതിരുകൾ കൊണ്ടുവന്ന് നിറപുത്തരിയുടെ ഭാഗമായ പൂജകളൊക്കെ പൂർത്തിയാക്കി അവരും ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ ഇന്ന് പ്രത്യേകമായി ക്ഷണിച്ച് വരുത്തിയത് കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ അവരിലൂടെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി വിളിച്ചു വരുത്തിയതാണ്. ഇപ്പോൾ ആലങ്ങാട്ടു നിന്നുള്ള കൊണ്ടുവന്ന നെൽക്കതിരുകളും ഇവിടെ പൂജിച്ച് നിറപുത്തരിയുടെ ഭാഗമായുള്ള പൂജകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ച് വരുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാമോ? സ്വാമി ശരണം. ആലങ്ങാട് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പരമ്പരാഗതമായി ശബരിമലയായിട്ട് ഒരുപാട് ചടങ്ങുകൾ നിലവിലുള്ളതാണ്. ആ ചടങ്ങുകളുടെ ഭാഗം തന്നെയാണ് ഈ നിറപുത്തരി ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അതിര് നമ്മൾ സമർപ്പണം. നമ്മളെ ഇന്ന് പ്രത്യേകമായിട്ട് വിളിച്ച് വരുത്തിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ദേവപ്രശ്നത്തിൽ ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആലങ്ങാട് സംഘത്തോട് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ആലങ്ങാട് കരകളിലുള്ള നമ്മളുടെ അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം പെരിയോൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം, പണക്കിഴി സമർപ്പണം, ആലങ്ങാട് പ്രദേശങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് കരകളിൽ നിന്നും നമ്മൾ സമാഹരിക്കുന്ന ആ കിഴിപ്പണം ഇവിടെ നടയിൽ സമർപ്പണം, പിന്നെ ഒരു ഭദ്രദീപ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വിളക്ക് സമർപ്പണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രായശ്ചിത്തമായിട്ട് തന്ത്രിയും ദേവസ്വം ബോർഡിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് വല്ലതും നിശ്ചയിച്ചത്? ചിങ്ങത്തിൽ നട തുറക്കുമ്പോൾ 1 മുതൽ
അഞ്ച് ദിവസത്തേക്കാണ് നട തുറക്കുന്നത്. അതിലൊരു ദിവസം പ്രത്യേകം ഫിക്സ് ചെയ്തിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ വരുന്ന ആ സന്ദർഭം നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പെരിയോനായിട്ടുള്ള അമ്പാടത്ത് പ്രദീപാർ മേനോൻ സ്വാമികളുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വന്ന് ഈ സമർപ്പണം നടത്തുന്നതാണ്. ഇപ്പോൾ ഈ നിറപുത്തിരിയുടെ ഭാഗമായി നെൽക്കതിരി ഇവിടെ സമർപ്പിക്കുന്ന ചടങ്ങ് നൂറ്റാണ്ടിലെ വർഷങ്ങളായി നമ്മൾ നടത്തിപ്പോരുന്ന ഒരു ആചാരമാണ്. ഇത് നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇടക്കാലത്ത് നിന്നുപോയിരുന്നു. ഇപ്പോൾ പെരിയോനല്ല, പുതിയ പെരിയോനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അമ്പാടത്ത് പ്രദീപാർ മേനോൻ സ്വാമിയാണ് ഇപ്പോൾ പെരിയോൻ സ്ഥാനത്ത്. അപ്പോൾ അദ്ദേഹം പരമ്പരാഗതമായിട്ട് നടന്നിരിക്കുന്ന എല്ലാ ചടങ്ങുകളും പുനഃസ്ഥാപിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷം ആലങ്ങാട് പാടത്ത് കൊയ്ത നെല്ലുമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ആലങ്ങാട്ടു നിന്നുള്ള പേട്ട സംഘം അടക്കം ഇവിടെ എത്തി ഭഗവാന് മുന്നിൽ നെൽക്കതിരുകൾ സമർപ്പിച്ച് അത് പൂജിച്ച് നെൽക്കതിരുകൾ പ്രസാദമായി വാങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരെ ദേവസ്വം ബോർഡും തന്ത്രികളും മറ്റും വിളിച്ച് വരുത്തിയതാണ്. അതിൻ്റെ പ്രധാന കാര്യം ഇവിടെ ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ, അത് ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശമാണ്. അത്തരത്തിലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ചിങ്ങമാസത്തിൽ മാസപൂജകൾക്കായി നട തുറക്കുമ്പോൾ ആദ്യ 5 ദിവസത്തിനുള്ളിൽ തന്നെ അത് നടത്തണം. വിളിച്ചു ചൊല്ലി ആ പ്രായശ്ചിത്തം ചെയ്യണം എന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എന്തു തന്നെയായാലും അത്തരമൊരു നിർദ്ദേശം നൽകി അതിൻ്റെ കൂടി ഭാഗമായാണ് ഇവർ ഈ ആലങ്ങാട് സംഘം ഇന്ന് ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ സംഘത്തിനും ആ നിർദ്ദേശം ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഭക്തിസാന്ദ്രമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിറപുത്തരി പൂജകൾ ശബരിമലയിൽ പൂർത്തിയാക്കി അതിൻ്റെ പ്രസാദങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഭക്തിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ശരണം വിളികളോടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ അടക്കം മുന്നറിയിപ്പുണ്ടായിരുന്നു, പരമാവധി ഭക്തർ ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന്. എന്നാൽ അതിനേക്കാൾ ആ ഒരു അപകട സാധ്യതയേക്കാൾ അവർ ഭഗവാനെ കാണണം, വണങ്ങണം. നിർഭരമായ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഒപ്പം തന്നെ ഈ നിറപുത്തരി ചടങ്ങ് അല്ലേ, ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് ഭക്തരുടെ. ആ ഒരു അയ്യന്റെ സന്നിധിയിൽ നിന്ന് ആ ഒരു നെൽക്കതിറുകൾ പ്രസാദമായി ഏറ്റുവാങ്ങുന്നു, അത് കുടുംബത്തിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ഐശ്വര്യത്തിലാണ് ഇനി മുന്നോട്ടുള്ള പോക്ക്. ഒരു വർഷത്തെ നിറസമൃദ്ധിയാണ്, സമൃദ്ധിയുടെ സൂചകമായാണ്. നമ്മുടെ സുധീഷ് ഗോപാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.